നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമായ കവചത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീ എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ്. പഞ്ചായത്ത് ലേണിംഗ് സെന്ററുകളുടെ വികസനം ആദ്യ ഗഡു വിതരണം കില ഡയറക്ടർ ജനറൽ A. നിസാമുദ്ദീൻ IAS നിർവഹിച്ചു. പ്ലാസ്റ്റിക് മുക്ത വേമ്പനാട് ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു. കുട്ടികളുടെ അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമായ കവചത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും കവചം അഥവാ കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് കീഴിൽ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവരുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കവചം സജ്ജമാക്കിയത്. അതിതീവ്ര ദുരന്ത സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കേന്ദ്ര നോഡൽ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് സന്ദേശങ്ങളിലൂടെയും സൈറൻ വിസിലിംഗിലൂടെയും പൊതുജനങ്ങളെ അറിയിക്കുകയാണ് ലക്ഷ്യം. 126 സൈറൻ സ്ട്രോബ് ലൈറ്റ് ശൃംഖല, അവ നിയന്ത്രിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ, ഡിസിഷൻ സപ്പോർട്ട് സോഫ്റ്റ്വെയർ, ഡേറ്റ സെന്റർ എന്നിവയടങ്ങുന്നതാണ് കവചം. അത്യാധുനികമായ ഒരു ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. രാജ്യത്തെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംവിധാനമാണ് ഇത്. ആദ്യഘട്ടത്തിൽ 126 സ്ഥലങ്ങളിൽ സൈറനുകൾ സ്ഥാപിക്കും. 2 ഘട്ട പ്രവർത്തന പരീക്ഷണം ഉൾപ്പെടെ 91 സൈറനുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾക്ക് ഇവ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്കും രക്ഷാസേനകൾക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകാനും ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കാനും ഇതുവഴി കഴിയും. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അധ്യക്ഷനായി. MLA VK പ്രശാന്ത്, ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ L. കുര്യാക്കോസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീ എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ്. ചെങ്ങന്നൂരിൽ 11ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സാംസ്കാരിക ഫിഷറീസ് യുവജന കാര്യവകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. കൃഷിമന്ത്രി P. പ്രസാദ് മുഖ്യ സന്ദേശം നൽകി. സിനിമാ താരം മോഹൻലാൽ സരസ് മേളയിൽ വിശിഷ്ടാതിഥിയായിരുന്നു. കലാ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം മോഹൻലാലിന് മന്ത്രി സജി ചെറിയാൻ സമ്മാനിച്ചു. MLA മാരായ H. സലാം, MS. അരുൺകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG. രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ്, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമീണ വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരമ്പരാഗത ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതിനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെയുള്ള സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന മേള 31-നാണ് അവസാനിക്കുക. വിവിധ കലാപരിപാടികൾ, മെഗാ ഷോകൾ, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ, ഫ്ലവർ ഷോ, പെറ്റ് ഷോ, റോബോട്ടിക് ഷോ, പുസ്തകമേള തുടങ്ങിയവ രാവിലെ 10 മുതൽ രാത്രി 10 വരെ അരങ്ങേറും. 2.5 ലക്ഷം ചതുരശ്ര അടിയിൽ ഒരുക്കിയിട്ടുള്ള പവലിയനിൽ കുടുംബശ്രീ ഉൾപ്പെടെ 23 സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ സംരംഭകരുടെ 280 സ്റ്റാളുകൾ, സംഘാടക സമിതിയുടെ നേതൃത്വത്തിലുള്ള 100 സ്റ്റാളുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ലേണിംഗ് സെന്ററുകളുടെ വികസനത്തിനായി വിവിധ പഞ്ചായത്തുകൾക്ക് നൽകുന്ന ആദ്യ ഗഡു ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം കില ഡയറക്ടർ ജനറൽ A. നിസാമുദ്ദീൻ IAS നിർവഹിച്ചു. തൃശൂർ കിലയിൽ നടന്ന ചടങ്ങിൽ തിരഞ്ഞെടുത്ത 18 ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർക്ക് നവീകരണത്തിനുള്ള സാമ്പത്തിക സഹായമായി ചെക്കുകൾ കൈമാറി. ചടങ്ങിൽ കില രജിസ്ട്രാർ ടോബി തോമസ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ അമൃത KPN, കില റിസർച്ച് അസോസിയേറ്റ് സുകന്യ KU തുടങ്ങിയവർ സംബന്ധിച്ചു. ഉയർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പഞ്ചായത്തുകൾക്ക് അവരുടെ വിജയകരമായ പ്രവർത്തനങ്ങൾ സഹപഞ്ചായത്തുകളുമായി പങ്കിടാൻ വേദിയൊരുക്കാനും പ്രാദേശിക ഭരണകൂട വ്യവസ്ഥകളുടെ ശക്തിപ്പെടുത്തലിലൂടെ സ്ഥിരതയുള്ള വികസനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ലേണിംഗ് സെന്ററുകൾക്ക് തുടക്കമിട്ടത്. ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ വിവിധ വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങളിൽ ഒരു അവാർഡ് എങ്കിലും നേടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു പഞ്ചായത്ത് ലേണിംഗ് സെന്ററുകളുടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. ചടങ്ങിൽ പഞ്ചായത്തുകളുടെ അനുഭവം പങ്കുവയ്ക്കലും പഞ്ചായത്തുകളുടെ സന്ദർശനം സംബന്ധിച്ച ചർച്ചയും ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് മുക്ത വേമ്പനാട് ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലുതും റാംസർ തണ്ണീർത്തട വ്യവസ്ഥയിൽ ഉൾപ്പെട്ടതുമായ വേമ്പനാട് കായലിന്റെ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായാണ് മെഗാ ശുചീകരണം സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിച്ച ശുചീകരണ പ്രവൃത്തികൾ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ PP ചിത്തരഞ്ജൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സബ് കളക്ടർ സമീർ കിഷൻ, അന്തർദേശീയ കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KG പത്മകുമാർ, നഗരസഭാ കൗൺസിലർമാർ, DYSP മധു ബാബു, മറ്റു തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
മത്സ്യത്തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, വിവിധ സന്നദ്ധ സംഘടനകളിലെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി. ജില്ലയിലെ 2 നഗരസഭകളും 10 പഞ്ചായത്തുകളുമാണ് 12 കേന്ദ്രങ്ങളിലായി ക്യാമ്പയിനിന് ചുക്കാൻ പിടിച്ചത്. പ്രഥമഘട്ടത്തിൽ 1.08 കോടി രൂപയാണ് ഈ ക്യാമ്പയിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വകയിരുത്തിയത്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ കണ്ടെത്തലുകളും മാർഗനിർദ്ദേശങ്ങളും അവതരിപ്പിച്ചും അറിവും ആശയങ്ങളും പങ്കുവച്ചുമാണ് കുടുംബശ്രീ ബാലസഭാംഗങ്ങളുടെ 2 ദിവസത്തെ ഉച്ചകോടി സംഘടിപ്പിച്ചത്. മികച്ച പ്രബന്ധാവതരണം നടത്തിയവർക്കുള്ള പുരസ്കാര വിതരണവും ശ്രീറാം സാംബശിവറാവു നിർവഹിച്ചു. നഗരസഭകളുടെ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങളുടെ റാങ്കിംഗ് നടത്തുന്ന ദേശീയ ശുചിത്വ സർവേ സ്വച്ഛ് സർവേക്ഷൺ 2024 ശുചിത്വ സർവേയിൽ തിരുവനന്തപുരം നഗരസഭയും ഭാഗമാകുന്നതിനോട് അനുബന്ധിച്ച് പോസ്റ്റർ പ്രകാശനവും സമാപന സമ്മേളനത്തിൽ നടന്നു. കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത്, വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ രതീഷ് കാളിയാടൻ, ഡോക്ടർ ഷാനവാസ് ശ്യാംകുമാർ, ഡോക്ടർ അഞ്ജൽ കൃഷ്ണകുമാർ, രമേഷ് ജി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കിലയിൽ സംഘടിപ്പിച്ച ജെൻഡർ പദവി പഠനം പശ്ചാത്തലവും ആശയങ്ങളും ശില്പശാല കില രജിസ്ട്രാർ ടോബി തോമസ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായാണ് തൃശൂർ കിലയിൽ 3 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കില ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ അമൃത KPN ശില്പശാലയിൽ ആമുഖമായി സംസാരിച്ചു. സാമൂഹിക ശാക്തീകരണത്തിലൂടെ കൂടുതൽ മേഖലകളിലേക്ക് സ്ത്രീ ഇടപെടലുകൾ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട്, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു ശില്പശാലയുടെ ഭാഗമായത്. തൃത്താല, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ നവീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. തീരദേശ റോഡ് ഫണ്ടിൽ നിന്നും 40.5 ലക്ഷം രൂപ ഉപയോഗിച്ച് പൂർത്തീകരിച്ച തൃത്താല ഗ്രാമപഞ്ചായത്തിലെ തലയണപ്പറമ്പ് കരിമ്പനക്കടവ് റോഡിന്റെയും 30 ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച 3 ഗ്രാമീണ റോഡുകളുടെയും ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. 15 ലക്ഷം രൂപ MLA ഫണ്ടിനൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും ചേർത്ത് 20 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച ഇരുമ്പകശ്ശേരി കൊടലൂർക്കാവ് ഇരുങ്കറ്റൂർ റോഡ്, 5 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും ചെലവിട്ട് നവീകരിച്ച ചരുവല്ലിക്കുന്ന് എഴുമങ്ങാട് റോഡ്, ചുണ്ടയിൽ അമേരിക്കപ്പടി റോഡുമാണ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃത്താലയിലെ കൂടുതൽ ഗ്രാമീണ റോഡുകൾ വരും ദിവസങ്ങളിൽ നവീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊല്ലം കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ടൽ വനവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ആശ്രാമം മൈതാനിയിൽ മേയർ പ്രസന്ന ഏണസ്റ്റ് നിർവഹിച്ചു. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന സന്ദേശം ഉയർത്തിയാണ് കണ്ടൽ വനവൽക്കരണം സംഘടിപ്പിക്കുന്നത്. അഷ്ടമുടി കായലിന്റെ സംരക്ഷണത്തിനും സൗന്ദര്യം നിലനിർത്തുന്നതിനും കണ്ടൽവൽക്കരണം അനിവാര്യമാണെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തീരദേശ വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെ 1000 കണ്ടൽ ചെടികളാണ് വച്ചുപിടിപ്പിക്കുന്നത്. കായലിന്റെ തീരത്തോട് ചേർന്ന് വിവിധ സ്ഥലങ്ങളിലായാണ് കണ്ടൽ ചെടികൾ നടുന്നത്. ജില്ലാ കളക്ടർ N ദേവിദാസ്, ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, കൗൺസിലർ ഹണി ബെഞ്ചമിൻ, വിവിധ കോളേജുകളിലെ NSS പ്രവർത്തകർ, പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ, മത്സ്യത്തൊഴിലാളികൾ, കക്കവാരൽ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് ഡിവിഷനുകളുടെ വിഭജനവും അതിർത്തി നിർണ്ണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ A ഷാജഹാന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ ഹിയറിംഗ് നടത്തി. ആക്ഷേപങ്ങൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരാതിക്കാരെ നേരിൽ കണ്ട ഹിയറിംഗ് നടത്തിയത്. 2024 നവംബർ 18-ന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തിയ കരട് ലിസ്റ്റ് സംബന്ധിച്ച പരാതികളാണ് പരിഗണിച്ചത്. 562 പരാതികളാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. നേരിട്ടെത്തിയ മുഴുവൻ ആളുകളുടെയും പരാതികൾ കേട്ടതായും അവ ന്യായമായ രീതിയിൽ തീർപ്പാക്കുമെന്നും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു. കമ്മീഷൻ അംഗമായ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K ബിജു, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി S ജോസ്ന മോൾ, തിരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ GOT മനോജ്, ഡീലിമിറ്റേഷൻ കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈക്കം വെച്ചൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ 4.02 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കുടവച്ചൂർ അഞ്ചുമന പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P A മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അഞ്ചുമന പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ MLA CK ആശ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിജു, വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി രാരിച്ചൻ നീർണാക്കുന്നിൽ സ്ഥാനമേറ്റു. വണ്ടൻമേട് നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് രാരിച്ചൻ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കുമളി അണക്കര സ്വദേശിയാണ് രാരിച്ചൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതിക്ക് എറണാകുളം ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. ആസൂത്രണ സമിതി ചെയർമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് 19 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. മണീട് പഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാന്റ് പദ്ധതി ഭേദഗതിക്കും അംഗീകാരം നൽകി.
2025-26 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട ജില്ലാതല മുൻഗണനകൾ, സംയോജിത പദ്ധതികൾ എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്തു. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വയോജന പാർക്ക്, ആലുവയിൽ ABC സെന്റർ, ഓപ്പൺ ജിം തുടങ്ങിയ പദ്ധതികളും യോഗത്തിൽ ചർച്ച ചെയ്തു. അങ്കമാലി, ആലങ്ങാട്, പാറക്കടവ്, പറവൂർ, കൂവപ്പടി ബ്ലോക്കുകളിലെ 29 പഞ്ചായത്തുകളെയും ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി, നോർത്ത് പറവൂർ, ഏലൂർ, കളമശ്ശേരി, തൃക്കാക്കര എന്നീ നഗരസഭകളെയും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുക. ജനുവരി 24 നടക്കുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും യോഗം ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് EMS ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും പുതിയ അക്കൗണ്ടന്റുമാർക്കും അക്കൗണ്ട്സ് ഓഫീസർമാർക്കുമായി സ്മാർട്ട് ആപ്ലിക്കേഷനുള്ള പരിശീലനം കിലയിൽ ആരംഭിച്ചു. 5 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനത്തിന് 1ാം ബാച്ചിനാണ് തുടക്കമായത്. പരിശീലനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസ് ഡമോൾ ഓൺലൈനായി നിർവഹിച്ചു. കില രജിസ്ട്രാർ ടോബി തോമസ്, IKM കൺട്രോളർ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ടിംപിൾ മാഗി, രാധാകൃഷ്ണൻ, CB വർഗീസ് K എന്നിവർ സംസാരിച്ചു. കേരള നോളജ് ഇക്കോണമി മിഷനും കിലയും സംയുക്തമായി സംഘടിപ്പിച്ച നോളജ് ഫോർ ജോബ് ക്യാമ്പയിന്റെ പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു. വിജ്ഞാന കേരളം ജനകീയമാക്കലും തൊഴിൽ അന്വേഷകരെയും ദാതാക്കളെയും ബന്ധിപ്പിക്കലും നൈപുണ്യ അടിസ്ഥാന തൊഴിൽ വികസനവുമെല്ലാം ലക്ഷ്യമിട്ടാണ് വിജ്ഞാന കേരളം ജോബ് ക്യാമ്പയിനുകളുടെ പ്രവർത്തനം. വിവിധ മേഖലകളിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺമാരായിരുന്നു പരിശീലനത്തിൽ പങ്കെടുത്തത്. കില സീനിയർ അർബൻ ഫെല്ലോ ഡോക്ടർ രാജേഷ് K കോഴ്സ് ഡയറക്ടറായി. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ തൃശൂർ ജില്ലയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്ത് നടത്തിയ മുന്നേറ്റങ്ങളെ നമുക്ക് പരിചയപ്പെടാം. തൃശൂർ ജില്ലയിലെ കാർഷിക മേഖലകളിൽ ഉൾപ്പെട്ട ഒരു ഗ്രാമീണ പ്രദേശമാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. 2011 വർഷത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം ഗ്രാമപഞ്ചായത്തിലെ ജനസംഖ്യ 27,209 ആണ്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഭൂരഹിത ഭവനരഹിതരുടെ എണ്ണം 370 ആണ്. സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും ഭവനമില്ലാത്തവരുടെ എണ്ണം 200 ആണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പേർക്കും ഭവനം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021-2022 വർഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപയും, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 12 ലക്ഷം രൂപയും, ഗ്രാമപഞ്ചായത്ത് 6 ലക്ഷം രൂപയും വകയിരുത്തി ഗ്രാമപഞ്ചായത്തിലെ പറക്കാട് 5ാം വാർഡിൽ 226 സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വാങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഭൂരഹിതരായ 120 കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. വീടുകൾ നൽകുന്നതിനോടൊപ്പം ആധുനിക രീതിയിലുള്ള ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന ഈ ഭവന സമുച്ചയം സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിക്കൊരു പൊൻതൂവലാകുമെന്നതിൽ സംശയമില്ല. SC ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകുന്നതിനായി SC വികസന ഫണ്ടിന് പുറമെ പഞ്ചായത്തിന്റെ പൊതുവികസന ഫണ്ട് കൂടി ഉൾപ്പെടുത്തി ചെലവഴിക്കുവാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് ഒരു സംയുക്ത പദ്ധതിയായി ഗ്രാമപഞ്ചായത്തിൽ വനിതാ കയർ നിർമ്മാണ സംഘത്തിന്റെ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഒരു കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കയർ നിർമ്മാണ പരിശീലനം പൂർത്തീകരിച്ച 60 യുവതികൾക്ക് തൊഴിൽ ലഭിക്കുകയും തന്മൂലം അവരുടെ കുടുംബങ്ങളിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിലെ യുവതി യുവാക്കളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ തെർമോമീറ്റർ നിർമ്മാണത്തിന് പരിശീലനം നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. പരിശീലനം പൂർത്തിയായവരെ ഉപയോഗപ്പെടുത്തി ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ യൂണിറ്റ് സ്ഥാപിക്കുന്നു. തുടക്കത്തിൽ 25 പേർക്കാണ് തൊഴിലവസരം ലഭിക്കുന്നതെങ്കിലും ഭാവിയിൽ 100 പേർക്ക് തൊഴിൽ ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണിത്. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുള്ള നാഗ്പൂരിൽ മാത്രമാണ് ഇത്തരമൊരു സംരംഭം നിലവിലുള്ളൂ. നിർമ്മാണ യൂണിറ്റിനു വേണ്ടി എളവള്ളി വ്യവസായ പാർക്കിൽ നിലവിലുള്ള 2 കെട്ടിടങ്ങൾ താൽക്കാലികമായി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളതും ഇതിനായി ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരികയും ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഏറെ സാധാരണക്കാരായ കുട്ടികൾ അധ്യയനം നടത്തി വരുന്നതുമായ GLP സ്കൂളിലെ 66 വിദ്യാർത്ഥികൾക്ക് നേന്ത്രപ്പഴം, കോഴിമുട്ട, പാൽ എന്നിവ ഉൾപ്പെടുത്തിയ പ്രഭാത ഭക്ഷണം വാർഷിക പദ്ധതിയിലൂടെ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഇത് വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തിച്ചു നൽകിക്കൊണ്ട് മാതൃക സൃഷ്ടിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. 2021-2022 വർഷത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി
2,11,85,812 രൂപ വകയിരുത്തി 1,53,41,800 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ പഞ്ചായത്തിന് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട വീരകേരളവർമ്മ പഴശ്ശിത്തമ്പുരാന്റെയും അദ്ദേഹത്തിന്റെ ഗോത്രവർഗ പോരാളികളുടെയും പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റേത്. കോടമഞ്ഞും കാട്ടുചോലകളും വശ്യമനോഹരമായ തേയിലത്തോട്ടങ്ങളും വയലേലകളും നിറഞ്ഞ ഒരു മനോഹര ഭൂമിക. വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ തവിഞ്ഞാൽ, വാളാട്, പേരിയ എന്നീ വില്ലേജുകളിലായി 142.3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും 39,813 ജനസംഖ്യയുമുള്ള തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കിഴക്ക് മാനന്തവാടി നഗരസഭയും പടിഞ്ഞാറ് തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തും വടക്ക് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തും കണ്ണൂർ ജില്ലയും തെക്ക് ഇടവകയും തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്നു. 1937 വില്ലേജ് പഞ്ചായത്തായി രൂപം കൊണ്ട ഗ്രാമപഞ്ചായത്ത് ദീർഘദർശികളായ മുൻരഥന്മാരുടെയും പഞ്ചായത്ത് രാജിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും കാലത്താണ് ഇന്ന് ഈ നിലയിലേക്ക് ഉയർന്നു വന്നത്. ജനകീയ പങ്കാളിത്തത്തിൽ ഊന്നിയുള്ള ജനപക്ഷ വികസന നയങ്ങളും പദ്ധതികളും വൻ വിജയമാക്കി തീർക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2010 തന്നെ മികച്ച ഭൗതിക സൗകര്യങ്ങളുള്ള ഓഫീസ് സൗകര്യം കൈവരിക്കാനും 2017 ISO 9001:2015 എന്ന അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഓഫീസ് സംവിധാനത്തെ ഉയർത്തുന്നതിനും 2025 വരെ തുടർച്ചയായി സർട്ടിഫിക്കറ്റ് കാലാവധി നിലനിർത്തുന്നതിനും പഞ്ചായത്തിന് കഴിഞ്ഞത് പൊതുജനങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും നൽകുന്നതിന് ഭരണസമിതിയും ജീവനക്കാരും കാഴ്ചവെക്കുന്ന ആത്മസമർപ്പണത്തിന് ഉദാഹരണമാണ്. സുസ്ഥിര വികസന മാതൃകകളിൽ ആരോഗ്യ മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കി പഞ്ചവത്സര പദ്ധതികളിലൂടെ മെഡിക്കൽ, ആയുർവേദ, ഹോമിയോ ശാഖകൾക്ക് മികച്ച പരിഗണനയാണ് ഗ്രാമപഞ്ചായത്ത് നൽകുന്നത്. മെഡിക്കൽ ആരോഗ്യ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഏകോപിപ്പിക്കുന്നത് വാളാട് PHCയും PHCയുടെ കീഴിലുള്ള വിവിധ സബ് സെന്ററുകളും മുഖേനയാണ്. പഞ്ചവത്സര പദ്ധതികളിലൂടെ മെഡിക്കൽ ഓഫീസ് നിർവഹണം നടത്തുന്ന വിവിധ പദ്ധതികൾ മുഖേനയും വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികൾ മുഖേനയും പകർച്ചവ്യാധികൾ തടയുന്നതിനും വിവിധ ബോധവൽക്കരണ പ്രവൃത്തികൾ നടത്തുന്നതിനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയുടെ സുസ്ഥിര വികസനത്തിനും പാലിയേറ്റീവ് കെയർ, ഡയാലിസിസ് ആവശ്യമായവർക്ക് ജീവനം എന്നീ പദ്ധതികൾ വളരെ ജനകീയമായി നടപ്പിലാക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വാളാട് PHCയുടെ കീഴിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ്, ജീവനക്കാർ എന്നിവ ലഭ്യമാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വാളാട് PHCയുടെ ചിരകാല സ്വപ്നമായ ആംബുലൻസ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ആരോഗ്യ മേഖലയിൽ ആയുർവേദ ഹോസ്പിറ്റലുകൾ മികച്ച സേവനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ആരോഗ്യ മേഖലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്ത് ആവശ്യമായ ആയുർവേദ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനൊപ്പം വിവിധ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ ക്യാമ്പുകൾക്കും മെഡിക്കൽ ഓഫീസറുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. ഹോമിയോ ആരോഗ്യമേഖലയിലെ സുസ്ഥിര വികസനത്തിന് നൽകിവരുന്ന പ്രാമുഖ്യം, രോഗപ്രതിരോധ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി ഹോമിയോ ആശുപത്രിക്ക് കെട്ടിടമടക്കമുള്ള ഭൗതിക സൗകര്യങ്ങൾ, മരുന്നുകൾ, ജീവനക്കാരുടെ സേവനം എന്നിവ പഞ്ചവത്സര പദ്ധതിയിലൂടെ പഞ്ചായത്ത് ഉറപ്പുവരുത്തുന്നുണ്ട്. മികച്ച ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം കുട്ടികൾക്ക് പൂരക പോഷകാഹാരം നൽകുന്നതിനും പെൺകുട്ടികളിലെയും മുലയൂട്ടുന്ന അമ്മമാരിലെയും വിളർച്ച, പോഷകക്കുറവ് എന്നിവ തടയുന്നതിനാവശ്യമായ വിവിധ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കേന്ദ്രങ്ങൾ മുഖേന നടത്താറുണ്ട്. കുട്ടികളുടെയും വനിതകളുടെയും അവകാശ സംരക്ഷണത്തിനും മുതിർന്ന പൗരന്മാർക്കുമുള്ള സേവനങ്ങൾ, വാർഡ് ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററുടെ സേവനവും ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ആശ VS, അസിസ്റ്റന്റ് എഞ്ചിനീയർ അണിമ സുഭാഷ് എന്നിവരാണ് ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പറക്കോട് ബ്ലോക്കിലെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായ ആശ VSഉം ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ അണിമ സുഭാഷ്.
അതിദാരിദ്ര്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? നമ്മളിപ്പം അതിദരിദ്രരായിട്ടുള്ള 52 കുടുംബം ഉണ്ടായിരുന്നു. അതിൽ 5 പേരും മരണപ്പെട്ടു പോയി. ബാക്കിയുള്ളവർക്ക് 4 മാസം കൂടി ഇരിക്കുമ്പോൾ ഭക്ഷണ കിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം വഴി അവർക്ക് മരുന്ന് വേണമെന്നവർക്ക് മരുന്ന്. പിന്നെ ഈ അവിടെ അവരുടെ തന്നെ കുഞ്ഞു മക്കളൊക്കെ പഠിക്കുന്നുണ്ട്. അവർക്ക് ഉപകരണത്തിനുള്ള പഠന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വാതിൽപ്പടി സേവനം ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആശാ വർക്കർമാർ മുഖേന നമ്മുടെ കുടുംബങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. വാർഡ് മെമ്പർമാരെല്ലാം കുടുംബങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മുമ്പും ഭക്ഷ്യ കിറ്റ് കൊടുത്തു. അതുകൊണ്ട് 3.5 കിലോ 4 കിലോ സാധനം വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗായിട്ട് തന്നെ നമ്മൾ വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ മീറ്റിംഗായിട്ട് തന്നെ വിളിച്ചു കൂട്ടി. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഈ റോസ് കാർഡിന് അരി കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പം മഞ്ഞ കാർഡാക്കി കൊടുത്താൽ വലിയ ഉപകാരമാണെന്ന്. അപ്പം ഞാൻ ഉടനെ RDOയെ വിളിച്ച് നമ്മുടെ സപ്ലൈ ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞപ്പം മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും പ്രസിഡന്റ്, അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് അതാത് വാർഡിലെ മെമ്പർമാരൊരു കത്ത് തന്ന് അക്ഷയ വഴി ഒന്ന് അപേക്ഷിച്ച് നമുക്ക് അങ്ങനെയുള്ള മഞ്ഞക്കാർഡ് അരി കൂടുതൽ കിട്ടും. അപ്പോൾ ഈ ഭക്ഷ്യ സാധനങ്ങളും കൂടെ ആകുമ്പോൾ ഇവർക്ക് ഒരു അടുത്ത 4 മാസം കൂടി ഇരിക്കുമ്പോൾ പോയി പിടിച്ച് നിൽക്കാൻ പറ്റില്ല, അത്ര സാധനം കൊടുക്കുന്നുണ്ട്. പിന്നെ വീട് മെയിൻ്റനൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു 5-8 കുടുംബത്തിന് 1.5 ലക്ഷം രൂപ വീതം വീട് മെയിൻ്റനൻസ് കൊടുത്തു. സംവരണത്തിലുള്ള SC-കാർക്ക്, ജനറൽകാർക്ക് 75,000 രൂപ വെച്ച് വീട് മെയിൻ്റനൻസ് നമ്മൾ ഫണ്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തന്നെ നമ്മൾ എന്നാലും അടുത്തൊരു ഇന്ത്യ ഒട്ടാകെ ഫലപ്രഖ്യാപനം വരുമ്പോഴത്തേക്കിന് ദാരിദ്ര്യം ഇല്ലാതാക്കുക, മുക്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ പഞ്ചായത്ത് കൈവരിക്കുന്നത്. കാർഷിക മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ? കാർഷിക മേഖലയിൽ ഇപ്പം നമ്മൾ ഈ പന്നി ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് തന്നെ ഓർഡറുണ്ട്. ലൈസൻസ് ഉള്ള ഗൺമാനെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ഒരു കമ്മിറ്റി തീരുമാനവും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ഈ പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കമ്മിറ്റി നമ്മളത് പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ ഒരു 5-6 ഷോട്ടർമാർ വന്നിട്ടുണ്ട് ഇതും വെടിവെച്ച് ഇത് ചെയ്യാനുള്ള. അപ്പോൾ നമ്മൾ കമ്മിറ്റി ഇടുമ്പോൾ 3-ാം തീയതി കമ്മിറ്റി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുള്ളിവേലി ഇട്ട് കൊടുക്കൊണ്ട് ഈ സോളാറിൻ്റെ വേലി പ്രോജക്റ്റ് വെച്ച് തന്നെ ജനകീയ ആസൂത്രണത്തിൽ വെച്ച് നമ്മൾ കാർഷിക മേഖല ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീടുകളിൽ ഈ കേരഗ്രാമം പദ്ധതി നമ്മൾ നടപ്പാക്കിയായിരുന്നു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ മണ്ട പോയ കേടായ തെങ്ങിനെല്ലാം തരിച്ചും ഈ മരുന്നും കൂടെ വെച്ച് അത് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മണ്ട വൃത്തിയാക്കി കായ്ഫലം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതി നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നെൽകൃഷി പൊതുവെ കുറവാണ് ഏഴംകുളം പഞ്ചായത്തിലെ. തരിശു നിലങ്ങളെല്ലാം ഇപ്പം മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങൾ വെക്കുന്ന ഒരു അവസരത്തിലേക്ക് പോവുക. പിന്നെ അതിനകത്ത് മേഖലയിലുണ്ട്, കുറച്ച് സ്ഥലത്ത് കൃഷി ഉണ്ട്. പിന്നെ ഈ ഞങ്ങളും കൃഷിയിലേക്കെന്നും പറഞ്ഞുള്ള പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കി. സർക്കാർ തരുന്ന എല്ലാ പ്രോജക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട്, ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. അതിന് നമ്മൾ വെറ്റില കൊടിക്കാർക്കായാലും പിന്നെ അവരുടെ യൂണിറ്റിൻ്റെ അനുസരിച്ച് ഉള്ള പൈസ നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ള എല്ലാ പ്രയോജനപരമായ കാര്യങ്ങളും കൃഷിക്കാർക്കായാലും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത്? ആരോഗ്യ മേഖല പറയുകയാണെങ്കിൽ ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 2 വട്ടം ആർദ്ര കേരള പുരസ്കാരം കിട്ടി പഞ്ചായത്ത്. സെക്കൻഡും തേർഡും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കായകൽപ്പം, അതെന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ പ്രോജക്റ്റ് വന്നപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയും അതിൻ്റെ ഇൻസ്പെക്ഷനുമായിട്ട് വന്ന് അവരുമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ പോയി പരിശോധനയൊക്കെ നടത്തുന്ന അതിന് നമുക്ക് ജില്ലയിൽ തന്നെ 3-ാം സ്ഥാനമുണ്ട്. 1-ാം സ്ഥാനം ഞങ്ങളുടെ അടൂർ ജനറൽ ഹോസ്പിറ്റലിന്, മുനിസിപ്പാലിറ്റിയുടെ ജനറൽ ഹോസ്പിറ്റലിന്. അതിൻ്റെ സമ്മാനം ഇതുവരെയും കിട്ടിയില്ല, പുരസ്കാരം കിട്ടിയില്ല. മറ്റേ 2 പുരസ്കാരം കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 3 ഡോക്ടർ, ഒന്ന് പഞ്ചായത്തിൻ്റെ ഡോക്ടർ, ഒരെണ്ണം ഈ 3 വട്ടം ഈ പുരസ്കാരം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡോക്ടർമാരെ നിയമിക്കാൻ കഴിഞ്ഞു. രാവിലെ 9 മണി തൊട്ട് 6 മണി വരെ ഉണ്ട് ഡോക്ടർമാരുണ്ട്. പിന്നെ ലാബുണ്ട്. പിന്നെ കാരുണ്യഗ്രാമം പദ്ധതി നമ്മുടെ 60 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കൊക്കെ ബുക്കാക്കി തന്നെ നമ്മുടെ 2-3 വർഷം കൊണ്ട് തുടങ്ങിയ പ്രോജക്റ്റാണ്. മുൻപ് ഭരണസമിതി അത് അംഗീകരിച്ചു തന്നു. നമ്മളത് കയറി മുടങ്ങാതെ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ കിടപ്പ് രോഗികളെ പാലിയേറ്റീവ്, ജനനി അങ്ങനെയുള്ള കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അംഗങ്ങൾ ആഴ്ചയിലും പോകുന്നുണ്ട്. 15 ദിവസം 15
5 ദിവസം ഇടവിട്ട് പോകുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ പണ്ടത്തെ കൂട്ടല്ല ഇപ്പോഴത്തെ FHC സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മിനി മെഡിക്കൽ കോളേജ് ആശുപത്രി പോലെ തന്നെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്ക് അവിടെ ചെയ്യാൻ സാധിച്ചത്. ആരോഗ്യ മേഖലയിലൊക്കെ നല്ല ഇതാണ്. ഹോമിയോയും അതുപോലെ തന്നെ. ഹോമിയോയിൽ ഒരു വയസ്സ് തൊട്ടുള്ള 60 വയസ്സ് വരെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ കോവിഡ് സമയത്തൊക്കെ ഹോമിയോ, ആയുർവേദമൊക്കെ നല്ല ബെറ്ററായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് നമ്മൾ കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ നമുക്ക് വേണ്ട. ആരോഗ്യം അതുപോലെ, ആയുർവേദ ആശുപത്രി അതുപോലെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങാണ്. അവിടെ നമ്മൾ ക്യാമ്പുകൾ SCയും ജനറലും മാറ്റി ക്യാമ്പുകൾ നടത്തി. പിന്നെ നമ്മൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാൻസർ രോഗികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് നടത്തുമ്പോൾ അതിനകത്ത് മാമോഗ്രാം ഉൾപ്പെടെ നമ്മുടെ കോഴഞ്ചേരി ക്യാൻസർ സെൻറ്ററിൽ ഡോക്ടർ വന്ന് വിദഗ്ധ പരിശോധന നടത്തി നമ്മളെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ശരീരത്തൊരു പാടോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ട അവരെ അവിടെ വിട്ട് നമ്മൾ വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി മാലിന്യ നിർമ്മാർജ്ജനത്തിനെ പറ്റി പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടവും പൊതുവെ വിഷയങ്ങളാണെങ്കിൽ തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കണ്ട് 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ 1,48,00,000 രൂപയുടെ ഒരു പ്രോജക്റ്റ് ഏനാത്ത് മാർക്കറ്റിൽ ഡോക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് ഇപ്പോൾ അത് ടെൻഡറായി അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ എല്ലാ സ്കൂളുകൾക്കും പിന്നെ നമ്മുടെ MCFകൾ വിട്ടുകിട്ടിയ ഘടക സ്ഥാപനങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉണ്ട് MCF ഉണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനോട് തൊട്ടടുത്ത് തന്നെ 1 ഏക്കറോളം സ്ഥലത്ത് ഒരു MCF കൂടെ നിർമ്മാണം നടത്താൻ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുമ്പൂർ മൊഴി സ്കൂളുകളിൽ പിന്നെ നമ്മുടെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളെല്ലാം തുമ്പൂർ മൊഴി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഹരിതകർമ്മസേന 40 പേരുമുണ്ട്. 20 വാർഡാണ്, 40 പേരുമുണ്ട്. ഹരിതകർമ്മസേന ആക്റ്റീവായിട്ട് തന്നെ പോകുന്നു. കഴിഞ്ഞ മാസം 3.5 ലക്ഷം രൂപയോളം നമുക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്ലീൻ കേരളയുടെ വണ്ടി വരുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഹരിതകർമ്മസേനയ്ക്ക് വാഹനം മേടിച്ച പിന്നെ പഞ്ചായത്താണ്. ഇപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വണ്ടി ഒരെണ്ണം കൂടെ ചോദിച്ചു നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫിറ്റിങ്ങുമായിട്ടുണ്ട് വണ്ടി തരാനെ കൊണ്ടുള്ള എല്ലാം. ജില്ലയും ബ്ലോക്കും എല്ലാം നമുക്കെല്ലാം തരുമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലൈഫിൻ്റെ വീട് പോലും പൂർത്തീകരിച്ച പഞ്ചായത്താണ് ഏഴംകുളം പഞ്ചായത്ത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തെല്ലാം ക്ഷേമ പദ്ധതികളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമ്മൾ നടത്തുന്നത്? അവർക്ക് അംഗൻവാടി വഴി ഗർഭിണികൾക്കുള്ള പരിചരണം. പിന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ കൗമാരപ്രായക്കാരുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള അംഗൻവാടികളിലെ കുഞ്ഞുങ്ങളെ വിളിച്ച് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ, നമ്മുടെ അടൂർ സ്റ്റേഷനിലെ വനിതാ SI ഉൾപ്പെടെയുള്ളവർ വന്ന് കൗമാരപ്രായക്കാർക്ക് ഈ മയക്കുമരുന്നിനെതിരെയും അങ്ങനെ ഇങ്ങനെ ഓരോ പിള്ളേരിലായി അതിക്രമത്തിനെതിരെയൊക്കെയുള്ള ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ ഏനാത്ത് വില്ലേജിലും ഏഴംകുളം വില്ലേജിലും എടുക്കുന്നുണ്ട്. 2 വില്ലേജിൻ്റെ ഇതിലാണ് നമ്മുടെ ഏഴംകുളം പഞ്ചായത്ത്. അപ്പോൾ അതെടുക്കുന്നുണ്ട്. പിന്നെ ഈ മെൻസർ കപ്പ് നമ്മളിപ്പോൾ 2 വർഷം കൊണ്ട് പ്രോജക്റ്റ് വെച്ച് നല്ല രീതിയിൽ അത് പ്രയോജനം ചെയ്യുന്നുണ്ട്. എല്ലാവരും വീണ്ടും അത് പ്രോജക്റ്റിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യാനുസരണം നമ്മളത് പദ്ധതി നടപ്പാക്കാൻ ഫണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ദുരന്ത നിവാരണത്തിന് വേണ്ടി ഇപ്പോൾ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രളയം നമുക്ക് ഇച്ചിരി വിഷമസ്ഥിതിയായിരുന്നു. അന്നേരം നമ്മൾ ഈ പിന്നെ ആരോഗ്യവകുപ്പും നമ്മുടെ വില്ലേജിലെ ഓഫീസറുകൾ അതുപോലെ സപ്ലൈ ഓഫീസറെ ഇവരെല്ലാം കൂടി നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സ്കൂളുകളിൽ ക്യാമ്പ് ക്രമീകരിച്ച് നമ്മൾ കുറച്ച് ഭാഗത്തൊക്കെ വെള്ളം കയറുന്നുണ്ട് അവരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദുരന്ത സാധ്യതാ മേഖലയാണോ? ഉണ്ട്, കുറച്ച് ഭാഗം വെള്ളം കയറുന്നിടമുണ്ട്. കനാൽ പ്രദേശം കണ്ടത്തിൻ്റെ സൈഡൊക്കെ വെള്ളം കയറും. അതിനകത്ത് പിന്നെ കല്ലടയാറിൻ്റെ തീരത്ത് വെള്ളം പെട്ടെന്ന് കയറിയാൽ റോഡിലോട്ട് അങ്ങ് മുങ്ങും. അങ്ങനെ കുറേ കടകൾക്കൊക്കെ നാശനഷ്ടമാക്കുന്നു. പിന്നെ കെട്ടിടങ്ങളോ ഇതിലൊക്കെ മതിലുകളോ വീടുകളോ ഒക്കെ തകർന്നു കഴിഞ്ഞാൽ നമ്മൾ വില്ലേജിൽ ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്തു പിന്നെ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് നമ്മളത് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദുരന്തം വന്നാൽ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഫണ്ട് നമ്മൾ വെച്ചിട്ട് കമ്മിറ്റികളുണ്ട്. എല്ലാ പദ്ധതിക്കും നമ്മൾ പ്രക്യൂർമെന്റ് കമ്മിറ്റി ഉൾപ്പെടെ നമ്മൾ കൂടുന്നുണ്ട്. അത് മാസത്തിൽ ഒരു ദിവസം കൂടുന്നുണ്ട്. അടുത്തതായി ടൂറിസം. അപ്പോൾ ഏഴംകുളത്തിന്റെ ടൂറിസത്തിന് സാധ്യതയുള്ള പഞ്ചായത്തല്ല വെച്ചാൽ കുന്നും മലയും അപ്പം പിന്നെ
നമ്മൾ മറ്റ് പ്രദേശങ്ങളിലൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ ടൂർ പോകുന്നത്, വാഗമണ്ണ്, ഗവി അങ്ങനെയൊക്കെ പോകുന്നത്. ഇനി ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് ഭാവി പ്രവർത്തനങ്ങളെ പറ്റി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമിതി ഇറങ്ങാൻ പോവുക. പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഏഴംകുളം വില്ലേജിലും ഏനാത്ത് വില്ലേജിലും 2 സ്ഥലം. അപ്പോൾ ഏഴംകുളം വില്ലേജിൽ സ്റ്റേഡിയം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതൊരു പ്രോജക്റ്റ് ആക്കാൻ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത DP 25 പ്രോജക്റ്റ് വെച്ച് നമ്മളത് പിള്ളേർക്കൊരു കളിക്കളം പണിയാനൊക്കെ ഉള്ള ഫണ്ട് വെക്കണമെന്നിങ്ങനെ എയിമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഏനാത്ത് വില്ലേജിലൊരു സ്റ്റേഡിയം ഉണ്ട്. അത് പിന്നെ തൽക്കാലം നമ്മൾ കേരളോത്സവം അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നടന്നു. പിന്നെ അവിടെ കുറേ സ്പോർട്സ് കളിക്കുന്ന പിള്ളേരുണ്ട്, അവരതും ചെയ്യുന്നുണ്ട്. പിന്നെ ആരോഗ്യ മേഖലയ്ക്ക് കുറച്ചുകൂടെ ഫണ്ട് വെക്കണം. പിന്നെ ലൈഫിൻ്റെ ഫ്ലാറ്റിൻ്റെ പണി ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഒന്ന് പൂർത്തിയാക്കി ഉദ്ഘാടനമൊക്കെ നടത്തി ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഭരണസമിതി ഇറങ്ങാൻ പോവുക. 5 വർഷവും ഞാൻ തന്നെയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. ഉദ്യോഗസ്ഥരായാലും എല്ലാം മാറുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് മാറ്റം അവർക്കൊരു അനിവാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് തന്നെ നമുക്ക് ആൾ വരുന്നുണ്ട്. വെച്ചാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള പഞ്ചായത്താണ് പറക്കോട് ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം. 7 പഞ്ചായത്താണെങ്കിലും ഏറ്റവും കൂടുതൽ വാർഡ് 23 വാർഡുള്ള പള്ളിക്കൽ പഞ്ചായത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ ഏഴംകുളം പഞ്ചായത്താണ്. ഇപ്പോൾ പിന്നെ വാർഡ് വിഭജനം വന്നപ്പോൾ 21 വാർഡാവും നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാ മേഖലയിലും നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് പ്രസിഡൻ്റാണ്. പിന്നെ ജില്ലയിലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ 109 വീട് തീർന്നു. 364 ലൈഫ് ഭവന പദ്ധതിയിൽ SC ജനറലും ഉണ്ടായിരുന്നു. അതിലേണ്ടി ഒരു 135 വീടുകൂടെ ആകുമ്പോൾ അത് തീരും. അത് ഈ ഭരണസമിതിയുടെ കാലത്ത് തീർക്കും. ഹെഡ്കോ വായ്പയുണ്ട്, പിന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് വിഹിതമുണ്ട്. ഇതെന്ത് കിട്ടിയാലും നമ്മൾ നശിപ്പിച്ച് കളയത്തില്ല. അത് അന്നേരം നമ്മളത് മുതലാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ കഴിവാണ്. നല്ല 2 VOമാരാണ്, നല്ല 2 ആക്റ്റീവായ 2 മനുഷ്യരുണ്ട്. ഏരിയയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഡിലും റോഡ്. ഇപ്പോഴും ഒരു 45 ലക്ഷം രൂപ വന്നു. അതിങ്ങനെ തലവേദനയായിട്ട് ഞങ്ങൾക്ക് ഇരിക്കുന്നു. ഇനി അത് ആർക്ക് കൊടുക്കണം, എങ്ങനെ വീതിക്കണം എന്നുള്ളൊരു വിഷമം. എന്നാലും ഒട്ടുമുക്കാലും റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമാക്കിയ റോഡുകളൊക്കെയാണ്. പ്രഷർ റോഡുകളെന്ന് പറയുന്ന വിരലിൽ ഇനി ഇതൊക്കെ ഉള്ളൂ. പിന്നെ സ്ട്രീറ്റ് മെയിൻ ലൈനായാലും ഞങ്ങൾ കയറിയ സമയത്ത് 50 ബൾബൊക്കെ ആയിരുന്നു ഓരോ മെമ്പർമാർ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളത് മാറ്റി 150 ബൾബ്, 200 ബൾബ്. ഇപ്പം പിന്നെ വെളിച്ചം പദ്ധതി തന്നെ നമ്മൾ കൊണ്ടുവന്ന പഞ്ചായത്താണ്. അതിനും നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ച് വണ്ടി വാങ്ങിച്ചായിരുന്നു. 2 ജീവനക്കാരുണ്ട് പഞ്ചായത്ത് ശമ്പളം കൊടുക്കുന്നത്. അവർ നല്ല ഇതായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കാർബൺ ന്യൂട്രൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറക്കോട് ബ്ലോക്കിൽ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുകയും ഈ ഡിസംബർ 4-ാം തീയതി ഞാനിവിടെ വന്ന് അതിൻ്റെ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് നമ്മുടെ അടൂർ IHRD കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിലെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രോജക്റ്റാണ്. അവർ ഈ സപ്തദിന ക്യാമ്പ് ഉണ്ടായിരുന്നു ഡിസംബറിലെ അവധി ദിവസം, ക്രിസ്മസിൻ്റെ അവധി ദിവസം. അപ്പോൾ അതിന് നമ്മുടെ 20 വാർഡിൽ വന്ന് അതിനെപ്പറ്റി പഠിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മെമ്പർമാരുമായിട്ട് ചേർന്ന് 20 മെമ്പർമാർ നല്ല സപ്പോർട്ടോടുകൂടിയാണ് നിന്ന് മെനഞ്ഞാന്ന് അതിൻ്റെ ട്രെയിനിങ് പൂർത്തിയായി. കുഞ്ഞുങ്ങൾ കോളേജിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തതിന് എനിക്ക് വളരെ അഭിമാനകരമുണ്ട്. അടുത്ത വർഷത്തെ 25-26 വർഷത്തെ പ്രോജക്റ്റിൽ നമ്മളത് ഉൾപ്പെടുത്തി നടത്തണം. ലക്ഷ്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കറണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സോളാർ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് ഭാഗം ഞങ്ങളുടെ ഒരു 2 ബിൽഡിങ് ഇവരിയ്ക്കുന്നതും അതിൻ്റെ ഇപ്പുറത്തെ ബിൽഡിങ്ങും സോളാർ വെച്ചിരിക്കുന്നതാണ്. Aയുടെ റൂമും AS ഒക്കെ ഇരിക്കുന്ന റൂമും മൊത്തം സോളാറാണ്. ഇനി അത് മൊത്തത്തിൽ വ്യാപിപ്പിക്കണമെന്നുള്ളൊരു പ്രോജക്റ്റുമായിട്ടാണ് ഇപ്പം നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങളെ അതിന് തിരഞ്ഞെടുത്തതിന് ജില്ലയിൽ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനകരമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഏഴംകുളം പഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും.